തൗഫീഖുൻ ഔ ആബിദുൻ ഖാല റസൂലുള്ളാഹി. അതിൻ്റെ മേൽ പതിവാകണമെന്നത്, പതിവാവുക എന്ന തൗഫീഖ് ഒരു നബിയോ ഒരു സിദ്ദീഖോ ഒരു ആബിദോ മാത്രമേ ആ തൗഫീഖ് ലഭിച്ച ആളാവുകയുള്ളൂ. അള്ളാൻ്റെ അടുക്കൽ നബി, സിദ്ദീഖ്, ആബിദ് ഈ പദവിയിലുള്ളവർക്ക് ഈ സൗകര്യത്തിന് എല്ലാ ഫർദ് നിസ്കാരം കഴിഞ്ഞിട്ട് ആയത്തുൽ കുർസി ഓതാൻ അവർക്ക് തൗഫീഖ് ഉണ്ടാകൂ എന്ന് പുണ്യ റസൂൽ. ചിന്തിക്കണം. ആയത്തുൽ കുർസിന്റെ ആശയത്തിനും അസമാനമായ വചനങ്ങൾ അല്ലാഹു തആല മഹാനായ സയ്യിദുനാ മൂസ ഏത് കാലഘട്ടത്തിലും ഈ തൗഹീദിന്റെ അന്തരാർത്ഥമുള്ള വചനങ്ങൾ അല്ലാഹു ഏത് ഭാഷയിലും ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഖുർആനിൽ അത് ആയത്തുൽ കുർസി ഈ അൽ ബഖറയുടെ 255-ാമത്തെ വചനമായി എന്ന് മാത്രം. എല്ലാ കാലത്തുണ്ടത്. ഇതിന് സമാനമായ ആശയമുള്ള സമാനാശയമുള്ള വചനങ്ങൾ സുറിയാനി ഭാഷയിലുണ്ടായിരുന്നു, ഇബ്രു ഭാഷയിലുണ്ടായിരുന്നു. ഏതു കാലഘട്ടത്തിന്റെ നബിമാർക്കും അല്ലാഹു ഇതിന് സമാനമായ ആശയ വചനങ്ങൾ ഇറക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരും ഇപ്രകാരം അത് നിത്യമാക്കി ചെയ്തിരുന്നു എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടോളൂ, ഇനി ഞാൻ പറയാൻ പോകുന്ന വിഷയം. ഒരാൾ തന്റെ കിടപ്പ് മുറിയിലേക്ക്, കിടപ്പ് സ്ഥാനത്തേക്ക് ചെല്ലുന്ന നേരത്തെ ആയത്തുൽ കുർസി ഓതിയാൽ ചെയ്യട്ടെ. അവൻ അള്ളാഹു നിർഭയത്വം കൊടുക്കും അവന്റെ അയൽക്കാരനും അയൽക്കാരന്റെ അയൽക്കാരനും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതായത് പരിസരത്തൊരാൾ ആയത്തുൽ കുർസി ഓതിയാൽ ആ നാട്ടിന് മുഴുവൻ നിർഭയത്തുണ്ടാവും. അങ്ങനത്തെ ആളുകൾ ഇല്ലാതെയാകുമ്പോഴാണ് ആപത്ത് വരിക. അള്ളാഹു കാക്കട്ടെ. മനസ്സിലായില്ല? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നല്ലൊരു കൂട്ടത്തിലായാലേ ബാക്കിയുള്ളവരും രക്ഷപ്പെടും. കേട്ടോളൂ. ഒരാളുടെ കിടപ്പ് സ്ഥാനത്തേക്ക് എത്തുന്ന നേരത്ത്, കിടപ്പ് മുറിയിൽ കയറുന്ന നേരത്ത് ഒരാൾ തന്റെ കട്ടിലിൽ കയറിയിട്ട് ബഹുമാനപ്പെട്ട അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുലുഹു സിനത്തും വലാ നൗം, അവൻ ഉറങ്ങാൻ പോവുകയാണ്. ഉറങ്ങാത്തവനെ ഏൽപ്പിച്ചുറങ്ങുകയാണ്. തൗഫീഖ് ചെയ്യട്ടെ. ഇതാ അവനെ ഏൽപ്പിക്കാണ്, അവനെ ഉറങ്ങാൻ കിടക്കാണ്. അപ്പൊ അവനെ ഏൽപ്പിച്ചു. ആരെ? ഉറങ്ങാത്തവനെ ഏൽപ്പിച്ചാണ് ഉറങ്ങാൻ കിടന്നെങ്കിൽ അള്ളാനെ ഒരാൾ ഏൽപ്പിച്ചാൽ അവന്റെ കാര്യം അള്ളാഹ് നോക്കും. അവനെ മാത്രല്ല, അമിന അലാ നഫ്സിഹി വജാരിഹി വജാരി ജാരിഹി എന്ന പുണ്യ റസൂൽ. അവൻ നിർഭയത്തിലായി. അവനൊന്നും സംഭവിക്കില്ല, അവനൊന്നും പറ്റൂല. പിന്നെ കാര്യേൽപ്പിച്ചു. ചിന്തിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് പതിവാക്കുന്ന ആളുകൾ, ഇത് ഇപ്പോൾ പതിവാക്കുന്നവരൊന്നും ഞാൻ ചോദിക്കണില്ല. ഇപ്പോൾ പതിവാക്കുന്നവരൊന്നും ഞാൻ ചോദിക്കണില്ല. ഇത് നാളെ മുതൽ പതിവാക്കണം, അല്ലെങ്കിൽ ഇന്ന് രാത്രി മുതൽ തന്നെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മറക്കരുത്, മരണം വരെ കിടക്കാൻ പോവുകയാണെങ്കിൽ അത് കമ്പാർട്ട്മെൻറ്റിലായാലും വേണ്ടില്ല. അത് പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് ബസ്സിന് വരികയാണ്, അപ്പോൾ ബസ്സിനൊന്ന് ചാരി അങ്ങനെയാണെങ്കിലും വേണ്ടില്ല, അവൻ്റെ കിടപ്പ് സ്ഥാനത്തിലേക്ക് ഉറങ്ങാൻ കിടക്കുകയാണ്. മനസ്സിലായില്ല? അത് പകലാകാം, രാത്രിയാകാം. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? ഉറങ്ങാൻ പോവാണ്, അവൻ ഉറങ്ങാണ്, ഉറങ്ങാത്തവനെ ഏൽപ്പിക്കുകയാണ്. അല്ലാഹു ലാ ഇലാഹ. ഇതിൽ രാവ് പകലിന്റെ വ്യത്യാസമില്ല. ഇതിന് രാത്രി എന്നോ പകലെന്നോ വ്യത്യാസം ഈ ഹദീസിൽ പറഞ്ഞിട്ടില്ല. വീട്ടിൽ ഉറങ്ങുകയെന്നോ അല്ലെങ്കിൽ അവന്റെ വാഹനത്തിൽ ഉറങ്ങുകയെന്നോ വ്യത്യാസം പറഞ്ഞിട്ടില്ല. അത് ഒട്ടകക്കട്ടിൽ ഉറക്കാകാം, ഇന്നത്തെ കാലത്ത് കമ്പാർട്ട്മെന്റിൽ ഉറക്കാകാം, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ കിടന്നുറങ്ങലാകാം. അപ്പൊ എന്ത് ചെയ്തു? ഉറങ്ങാത്തവനെ ഏൽപ്പിക്കുകയാ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുലുഹു സിനത്തും വലാ നൗം. ഉറങ്ങാത്തവനെ ഏൽപ്പിക്കുകയാണ് അവൻ.
അങ്ങനെയോ അങ്ങനെ അവൻ ഉറങ്ങിയാൽ അമിന അലാ നഫ്സിഹി വജാരിഹി വജാരി ജാരിഹി, അവന്റെ കാര്യത്തിൽ അവൻ നിർഭയത്വത്തിലായി. ചിന്തിക്കും. അപ്പൊ പറഞ്ഞുകൊണ്ടുവരുന്ന കാര്യം നിങ്ങൾ ചിന്തിക്കണം. അമിന അലാ നഫ്സിഹി വജാരിഹി വജാരി ജാരിഹി. ഇവിടെ നോക്കി ശ്രദ്ധിക്കണം. ഇവിടെ പറഞ്ഞ കാര്യം അവനവൻ്റെ കിടപ്പ് സ്ഥാനത്തേക്ക് അങ്ങോട്ട് അഭയം തേടിയാൽ അവൻ കിടങ്ങാൻ, അത് ബസ്സിൽ ബാംഗ്ലൂരിൽ നിന്ന് വരികയാണ്, ബോംബെയിൽ നിന്ന് ബസ്സിൽ വരികയാണ്, അല്ലെങ്കിൽ അവൻ മംഗലാപുരത്ത് നിന്ന് ട്രെയിനിൽ വരികയാണ്, കമ്പാർട്ട്മെൻറ്റിൽ കയറി കിടക്കുകയാണ്, പകലാകാം രാത്രിയാകാം, ഫ്ലൈറ്റിൽ കയറി എന്തോ ഒരു ചെറിയ ഭക്ഷണം കിട്ടി, ഇനി ഒരു 2-2.5 മണിക്കൂറുണ്ട് കരിപ്പൂരിൽ ഇറങ്ങാൻ, അപ്പോൾ ഒന്നിങ്ങനെ ചാഞ്ഞ് കിടക്കലാകാം. മനസ്സിലായില്ലേ? അപ്പോൾ അഭയം തേടുക. ഞാനൊരു യാത്രയിലാണ്, ഉറക്കത്തിലേക്ക് പോവാണ്, ഇനി എൻ്റെ കാര്യം നോക്കേണ്ടവൻ അവനാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നാൽ അവന്റെ മേൽ അവൻ നിർഭയനാകും. പിന്നെയോ അവന്റെ അയൽക്കാരനും ഇതിന്റെ കൂലി കിട്ടും. ഇതിന്റെ കൂലിയല്ല, ഇതിന്റെ നിർഭയത്വം കിട്ടുമെന്ന് പുണ്യ റസൂൽ. കൂലി അവനാണെങ്കിലും അയൽക്കാരനുണ്ടാവും ഒരു നിർഭയത്വം, അള്ളാഹിൻ്റെ സുരക്ഷിതത്വത്തിൽ. നല്ല മനുഷ്യൻ്റെ അയൽക്കാരനായതുകൊണ്ട് ഒരു സുരക്ഷിതം അവനുണ്ടാവും. അയൽക്കാരന് മാത്രമല്ല, അയൽക്കാരൻ്റെ അയൽക്കാരനുണ്ടാവും എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, വേറൊരു ഹദീസ് കേട്ടുകൊള്ളുക. അല്ലാഹു മഹാനായ സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് വഹി അറിയിച്ചു. മഹാനായ സയ്യിദുനാ മൂസ ആയത്തുൽ കുർസിയുടെ മേൽ ഒരാൾ നിത്യമാക്കിയാൽ, നിത്യമായി ഒരാൾ ആയത്തുൽ കുർസി പതിവാക്കിയാൽ, ബഹുമാനപ്പെട്ട സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല വഹി അറിയിക്കുകയാണ്. ഒരാൾ ആയത്തുൽ കുർസി നിത്യമായി ഓടുകയാണെങ്കിൽ ഞാൻ അവന് ചെയ്തു കൊടുക്കുന്ന മഹത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ സയ്യിദുനാ മൂസ കേട്ടോളൂ, കേട്ടോ ഇങ്ങോട്ട് നോക്ക്. അജ്അലു ലഹു ഖൽബ ശാകിരീൻ വലിസാന ദാകിരീൻ. മഹാനായ സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി അറിയിച്ചു. മൻ വാലബ അലൽ ആയത്തുൽ കുർസി, ആയത്തുൽ കുർസിയുടെ മേലൊരാൾ നിത്യമായ ഒരാൾ ആയത്തുൽ കുർസി ഓടൽ പതിവാക്കിയാൽ, അജ്അലു ലഹു, ഞാൻ അവനാക്കി കൊടുക്കും, ഖൽബ ശാകിരീൻ, എനിക്ക് നന്ദി ചെയ്തവരുടെ ഹൃദയം അവന് നൽകുന്നതാണെന്ന് അല്ലാഹു വിവരമറിയിച്ചു, വഹി അറിയിച്ചു മഹാനായ സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് വഹി അറിയിച്ചു എന്ന് പുണ്യ റസൂൽ. ഷാക്കിറായ സ്വർഗ്ഗായി അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അജ്അലു ലഹു ഖൽബ ശാകിരീൻ വലിസാന ദാകിരീൻ. ദാകിരീങ്ങളുടെ നാവ് അവന് നൽകും, അഥവാ നാവിന് അവന് ലഘൂകരണം നൽകും. ശ്രദ്ധിക്കണേ, ഷാക്കിറിന്റെ കൽബാവുമ്പോ പിന്നെ ശൈത്താൻ ആ കൽബിൽ ഉണ്ടാവില്ല. ഷാക്കിറിന്റെ കൽബിൽ ശൈത്താൻ ഉണ്ടാവില്ല. ശൈത്താനുള്ള ഒരാൾക്ക് ശുക്ർ ചെയ്യാൻ കഴിയില്ല. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. അങ്ങനെയാണ് ശുക്ർ എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. ശുക്റിന് ഒരാൾക്ക് ഭാഗ്യം ലഭിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ നിഅമത്തിനെ അയാൾ പ്രതിവചനം കൊണ്ട് അള്ളാഹുവിനെ പ്രശംസിക്കലാണ്. ശുക്റുൽ മുൻഅമി അലാ ഇൻആമിഹി വാജിബുൻ. അപ്പൊ ഏറ്റവും അടിത്തറയുള്ള സംഗതിയാണത്. അപ്പല്ല ബഹുമാനപ്പെട്ട ആയത്തുൽ കുർസി പതിവാക്കിയാൽ അജ്അലു ലഹു ഖൽബ ശാകിരീൻ വലിസാന ദാകിരീൻ വസവാബൻ നബീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അവന്റെ കൽബിൽ നന്ദിയുള്ളവന്റെ കൽബാവും, അപ്പോൾ ശൈത്താൻ ഉണ്ടാവില്ല. ഒക്കെ തന്നെയാണ് അതിന്റെ അന്തരാർത്ഥം. ശൈത്താനോടും, ശൈത്താൻ എൻ്റെ അടുത്തേക്ക് വരൂല എന്ന് പറഞ്ഞാൽ മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ
റളിയല്ലാഹു അൻഹുവിനെ കള്ളനായ ഇബ്ലീസ് ആ വാക്കുകൊണ്ട് അറിയിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം ആ തൗഹീദിന്റെ വഹ്ദാനിയത്തിന്റെ ആ ഒരു മഹത്വപ്പെട്ട വചനം ഒരാളെ കൽബിലേക്ക് കയറിയാൽ, ഒരാൾ അതുമായി സുഖലായാൽ ബന്ധപ്പെട്ടാൽ അള്ളാഹു അവൻ്റെ ഹൃദയത്തിന് നന്ദിയുള്ളവൻ്റെ മഹത്വം കൊടുത്തും. നന്ദിയുള്ളവനായാൽ അവൻ്റെ ഹൃദയത്തിലേക്ക് ശൈത്താൻ വരൂല. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെയോ അപ്പൊ ചില കാര്യങ്ങൾ എന്താണെന്നറിയോ, ചില കാര്യങ്ങൾ കെട്ടുകളെ നീക്കുന്നതാകും. ഈ ദിക്ർ കെട്ടിനെ നീക്കുന്ന ദിക്റാണ് ബഹുമാനപ്പെട്ട ആയത്തുൽ കുർസി. ചില ആളുകൾക്ക് ചെല്ലണം പറയണം എന്നൊക്കെ ഉണ്ടാവും, പക്ഷെ കഴിയില്ല. അപ്പൊ അതിന് പരിഹാരമാണ് എന്ത്? ബഹുമാനപ്പെട്ട ആയത്തുൽ കുർസിന്റെ മേൽ നിത്യമാവുക. ഏതൊരു കാര്യത്തിനും മെനക്കെടുന്നതിന് മുമ്പ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, ഒരു കാര്യത്തിൽ ഇടപെടുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ആയത്തുൽ കുർസി ഓതിയാൽ ലിസാനൽ ദാകിരീൻ അജഅലു ലഹു ഖൽബശ് ശാകിരീൻ വലിസാനൽ ദാകിരീൻ, ദിക്ർ ചെല്ലുന്നവരുടെ നാവ് നാം അവന് നൽകും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു. അപ്പം നാവില് ഒരു മനുഷ്യന്റെ ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പാദ്യം 4 കാര്യമാണെന്ന് പുണ്യ റസൂൽ